അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഇപ്പോൾ മെമ്മോറാണ്ടം നൽകിയിട്ടില്ല എന്നുള്ളതാണ് BJP പ്രതിനിധിയുടെ വാദം. സംസ്ഥാനം കൃത്യമായ കണക്കുകൾ ബോധിപ്പിച്ചിട്ടില്ല, ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് കിട്ടിയ ഉടനെ തരുമെന്നുള്ള പഴയ വാദം വീണ്ടും ആവർത്തിക്കുന്നു. അല്ല, എത്ര ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, പ്രത്യേകിച്ച് ആ ദുരന്തത്തിൽപ്പെട്ട 1400ഓളം കുടുംബങ്ങൾ, അവരുടെ ബന്ധുക്കൾ, അതുപോലെ വയനാട്ടിലെ ജനങ്ങൾ, ഈ കേരളത്തിലെ ജനങ്ങൾ, ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഈ റിപ്പോർട്ടർ ചാനലിന്റെ ചർച്ച കാണുന്നുണ്ടാവുമല്ലോ. BJPയുടെ പ്രതിനിധി ഇതേ ചാനലിൽ വന്ന് പറയുന്ന പോലെ തന്നെ മറ്റ് ചാനലുകളിലും വന്ന് പറയുന്നുണ്ട്, ഇതുവരെ കേരളത്തിന്റെ റെപ്രസെന്റേഷൻ കിട്ടിയിട്ടില്ല എന്നതാണ്. ഞാൻ താങ്കളുടെ മൊബൈൽ ഫോണിലേക്ക് 17/8/2024 അതായത് പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ച് പോയതിന്റെ 7ാം ദിവസം കൊടുത്ത 35 പേജുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ആ റെപ്രസെന്റേഷൻ മെമ്മോറാണ്ടം അയച്ചിട്ടുണ്ട്. അത് പ്രധാനമായ അധ്യായം ഇൻട്രൊഡക്ഷൻ, ഈ സംഭവത്തിന്റെ ഇൻട്രൊഡക്ഷൻ ചിത്രങ്ങൾ സഹിതം, അതിനുശേഷം അസസ്മെന്റ് ഓഫ് റെസ്പോൺസ് ആൻഡ് റിലീഫ് ആസ് പെർ SDRF നോംസ്, കൃത്യമായിട്ട് അസസ്മെന്റ്, അതുപോലെ അസസ്മെന്റ് ഓഫ് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ആസ് പെർ SDRF നോം, എങ്ങനെയാണെന്ന് നമ്മൾ റീകൺസ്ട്രക്ഷൻ നടത്തേണ്ടത്, അതിന്റെ അസസ്മെന്റ് എല്ലാം, അവസാനം ടോട്ടൽ അസസ്മെന്റ് ആസ് പെർ SDRF നോംസ് ആൻഡ് ആക്ച്വൽസ്, അവസാനം ബിൽഡ് ബാക്ക് ബെറ്റർ, കൺസെപ്റ്റ് ഓഫ് റീസിലന്റ് ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഈ വയനാട്ടിൽ പുനർനിർമ്മാണ പ്രക്രിയ എങ്ങനെയാണ് നടത്തേണ്ടത്, ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആശയമുള്ള 35 പേജുള്ള ഡീറ്റെയിൽഡ് റെപ്രസെന്റേഷൻ ഈ സംഭവം നടന്ന് 17ാം ദിവസം കേന്ദ്രത്തിന് കൊടുത്തു. 7/8/2024 തന്നെ കേന്ദ്ര സംഘം ഇവിടെ വന്നു. പ്രധാനമന്ത്രി ഇവിടെ സന്ദർശിക്കുന്ന ദിവസം വരെ കേന്ദ്ര സംഘം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിലും കേന്ദ്ര സംഘം പങ്കെടുത്തു. ആ കേന്ദ്ര സംഘത്തോടു കൂടി അനലൈസ് ചെയ്തിട്ട് അവരുടെ കൂടി വിശ്വാസത്തിലെടുത്ത് അവരുടെ കൂടി റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് ഫൈനലായി റെപ്രസെന്റേഷൻ തയ്യാറാക്കിയത്. ആ റെപ്രസെന്റേഷൻ കൊടുത്തിട്ട് ഇന്നേക്ക് 88 ദിവസമായി. ആ റെപ്രസെന്റേഷന്റെ ഒപ്പം കേരളത്തിലെ തിങ്കു ബിസ്വാൽ IAS എന്ന് പറഞ്ഞ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന 1ാമത്തെ ഉദ്യോഗസ്ഥൻ, കേന്ദ്രത്തിലെ സഞ്ജീവ് കുമാർ ചൗഹാന് കത്തും അയച്ചിട്ടുണ്ട്. ആ കത്തും ഞാൻ അയച്ചിട്ടുണ്ട്. ഇത് ഈ കത്ത് അയക്കുന്നതോടൊപ്പം തന്നെ ഇത്രയും വലിയ ഡീറ്റെയിൽ റെപ്രസെന്റേഷന്റെ ഒപ്പമുള്ള കവറിംഗ് ലെറ്ററും ഞാൻ അയച്ചിട്ടുണ്ട്. ഇതെല്ലാം 17/8/2024 കൊടുത്തതാണ്. 88 ദിവസം കഴിഞ്ഞ് BJPയുടെ പ്രതിനിധി കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ലെന്ന് പറയുന്നു. ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. പൂർണ്ണമായും ഇത് ഹൈക്കോടതി ഹാജരാക്കി ഡിവിഷൻ ബെഞ്ച്, സ്പെഷ്യൽ ബെഞ്ചിന്റെ പരിഗണനയിൽ തന്നെയാണ്. BJP നേതാവ് ക്ഷമ പറയണം, കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം. എനിക്ക് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഇല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ അയക്കുന്നില്ല. ദയവായി റിപ്പോർട്ടർ ചാനൽ മറുപടി പറയണം. ടിവിയിൽ കാണിക്കണം. വയനാട്ടിൽ നിന്നാണല്ലോ പ്രശാന്ത് സംസാരിക്കുന്നത്. തിരിച്ച് നാട്ടുകാരെ കാണേണ്ടതാണ്. അവിടെ ഇപ്പോൾ വാടക വീടുകളിൽ കഴിയുന്നവരെ താങ്കൾക്ക് നേരിട്ട് കാണേണ്ടത് കൂടിയാണല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹം കാണിച്ചിട്ടുള്ള പേപ്പറുകളൊന്നും സുഹൃത്തെ നിങ്ങളുടെ അടുത്ത് മാത്രമൊന്നുമല്ല, എൻ്റെ അടുത്ത് എപ്പോഴോ കിട്ടിയിട്ടുള്ള പേപ്പറുകളാണ്. ഇനി ടിങ്കു ബിശ്വാലിന് നിങ്ങൾ അയച്ച പേപ്പറും എൻ്റെ അടുത്തുണ്ട്, ഞാൻ തിരിച്ചു വായിക്കാം. ഇനി ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഇതല്ലേ, ഇതാ അല്ലല്ല, എനിക്കാരും അയച്ചിട്ടില്ല. എനിക്ക് അദ്ദേഹത്തിന് ഇടപെടൽ വേണം. ഇനി അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാദം ഞാൻ അംഗീകരിച്ചു. നിങ്ങൾ രണ്ടാമത്തെ പേജിൽ 5ാമത്തെ പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്ന ഭാഗം മാത്രം ഒന്ന് ജനങ്ങളെ കേൾപ്പിക്കാൻ നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കൂ. അതിനുശേഷം ഞാൻ മറുപടി പറയാം. 2ാമത്തെ പേജിൽ 5ാമത്തെ പാരഗ്രാഫ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന അല്ലല്ല, തെറ്റിദ്ധരിപ്പിക്കരുത്. അല്ലല്ല, നിങ്ങൾ ആ പറഞ്ഞ ഞാൻ വായിക്കണം. സുഹൃത്തെ, അന്ന് ഞാനിത് ഖണ്ഡിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് എന്താ? ഇത് എസ്റ്റിമേറ്റ് ആണെന്നാ പറഞ്ഞത്, അല്ലേ? നിങ്ങൾ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എസ്റ്റിമേറ്റ് ആണെന്നാ പറഞ്ഞത്. ഒരു കാരണവശാലും പച്ച നുണ എത്ര ആവർത്തിച്ചാലും ശ്രീ അരുൺകുമാർ, ഇത് നിങ്ങൾ 80 ദിവസം മുന്നേ പറഞ്ഞ വാദമാണ്. ഇന്നും നിങ്ങൾ അത് തന്നെയാ പറയുന്നത്. ഞാൻ പറയുന്നു, വെല്ലുവിളിക്കുന്നു. നിങ്ങൾ രണ്ടാമത്തെ പേജിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ ഇത് സത്യമാണെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന അഫിഡവിറ്റ് സത്യമായിരിക്കുമല്ലോ. രണ്ടാമത്തെ പേജിൽ 5ാമത്തെ പാരഗ്രാഫിൽ ഞാൻ വായിച്ചു തരാം നിങ്ങൾക്ക്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ബൈ മഡ് 4 കോടി അല്ലേ?
ട്രാൻസ്പോർട്ടേഷന്, ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ വാളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്പ് 10 കോടി അല്ലേ? ഇതൊന്നും കൊടുത്തിട്ടില്ല എന്ന് അക്കോമഡേഷൻ ഫോർ വാളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്പ് 5 പൈസ തരാതെ ഈ കണക്ക് എന്തിനാണ് ഇപ്പോൾ പറയുന്നത്? പ്രശാന്ത് മലവയൽ, നമ്മൾ ഈ വിഷയം നേരത്തെ ചർച്ച ചെയ്തതാണ്. പ്രശാന്ത് മലവയൽ, നമ്മൾ ഈ വിഷയം നേരത്തെ ചർച്ച ചെയ്തതാണ്. നിങ്ങൾക്ക് ഈ വാദമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഹൈക്കോടതിയിൽ ഈ വാദങ്ങളാണ് ഉന്നയിക്കേണ്ടിയിരുന്നത്. ഈ വാദങ്ങൾ ഉന്നയിച്ചോ? ഹൈക്കോടതിയിൽ എന്ത് വാദമാണ് ഉന്നയിച്ചത്? ഞങ്ങളിതാ യോഗം ചേർന്നിട്ടില്ല, ഞങ്ങൾക്ക് അല്പം സമയം തരൂ, 2 ആഴ്ച സമയം തരൂ, ഇതല്ലേ കോടതിയിൽ പറഞ്ഞത്? നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞത് കോടതിയിൽ പറഞ്ഞത് അല്ലല്ല, അതങ്ങനെ പറയാൻ പറ്റില്ല. SDRF ഫണ്ട് എടുത്ത് ചെലവാക്കാൻ എങ്ങനെയാണ് പറയുക? നിങ്ങൾ പുനരധിവാസത്തിന് 5 പൈസ തന്നിട്ടില്ല, നിങ്ങൾ തന്നിട്ടില്ല. ദുരന്ത നിവാരണ ഫണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ വർഷവും കൊടുക്കുന്നതാണ്. നിങ്ങൾ വയനാട് പാക്കേജ് തന്നിട്ടില്ല. പ്രശാന്ത് മലവയൽ, പ്രശാന്ത് വയനാട് പാക്കേജ് ഇല്ല, കേന്ദ്ര വയനാട് പാക്കേജ് തന്നിട്ടില്ല. വയനാട് പാക്കേജ് തരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അങ്ങനെ പറയൂ, വളഞ്ഞു പിടിക്കാതെ പറയൂ തരില്ല എന്ന്. അങ്ങനെയില്ല മാഡം, അങ്ങനെയില്ല. വയനാട് പാക്കേജ് ഉണ്ട്. വയനാട് പാക്കേജ് എവിടെയുണ്ട്? എത്ര വീടുകൾ, എത്ര തോടുകൾ, എത്ര സ്കൂളുകൾ? നിങ്ങൾ തെലങ്കാനയ്ക്കും ആന്ധ്രയ്ക്കും ബിഹാറിനും ഒക്കെ കൊടുത്തത് ഈ കൃത്യം കണക്ക് കിട്ടിയിട്ടാണോ? ഇതുപോലെ തന്നെയാണ്. അപ്പൊ പിന്നെ എന്തിനാണ് പ്രധാനമന്ത്രി പറഞ്ഞത് സാങ്കേതിക വിദ്യയിൽ നൂലാമാലകളില്ല എന്ന്? എന്തിനാണ് പ്രധാനമന്ത്രി പറഞ്ഞത്? ആരെ പറ്റിക്കാനാണ്? ഇതുപോലെ തന്നെയാണ്. അവിടെ ആശുപത്രിയിൽ കിടന്ന പാവങ്ങളെ പറ്റിച്ചിട്ടല്ലേ പോയത് പ്രധാനമന്ത്രി? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.